സന്തോഷമല്ലമ്മ? അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. എൻ്റെ കുട്ടി ഞാൻ ഒത്തൊരുമിച്ച് രണ്ട് പെരുന്നാൾ, അള്ളാഹിൻ്റെ പെരുന്നാളും എൻ്റെ പെരുന്നാളും. ഇനി ഹാപ്പി ആയിട്ടിരിക്കുമ്മ. അള്ളാഹുവിന് സ്തുതി. ബലിപെരുന്നാൾ ദിവസം റഹീം എത്തിയപ്പോൾ ഇതല്ലാതെ മറ്റൊന്നും ആ ഉമ്മയ്ക്ക് പറയാനുണ്ടായിരുന്നില്ല. 20 കൊല്ലത്തെ കാത്തിരിപ്പിനാണ് അവസാനമായത്. എത്ര തവണ പറഞ്ഞാലും തീരാത്ത എല്ലാവരോടുമുള്ള നന്ദി അബ്ദുൾ റഹീം ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. പ്രതീക്ഷ വളരെ കുറവായിരുന്നു. ഇങ്ങനെ തിരിച്ചു വരാൻ സഹായിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കണം. പ്രാർത്ഥിച്ചവർക്കും സഹായിച്ചവർക്കും എല്ലാവർക്കും പറഞ്ഞാലും മതിയാവില്ല. സൗദി സമയം ബുധനാഴ്ച രാത്രി 11:55 റിയാദിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസിൽ ഇന്ന് രാവിലെയാണ് വിമാനത്താവളത്തിലെത്തിയത്. ജയിൽ ഉദ്യോഗസ്ഥരാണ് റഹീമിനെ എയർപോർട്ടിലെത്തിച്ച് എമിഗ്രേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. റഹീമിന്റെ മോചനത്തിനായി 20 വർഷക്കാലമായി പോരാടുന്ന എംബസി വെൽഫെയർ ഓഫീസർ യൂസഫ് കെ കാക്കഞ്ചേരി ഉൾപ്പെടെയുള്ളവർക്ക് ഇത് മറക്കാനാവാത്ത നിമിഷങ്ങളായി. ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം 100% സന്തോഷം ഉള്ള ദിവസമാണ്. അത് അബ്ദുറഹീമിന്റെ ഉമ്മയ്ക്ക് കൊടുത്ത വാഗ്ദാനമാണെന്ന് ഞങ്ങൾ നിറവേറ്റിയിരിക്കുന്നത്. റഹീമിന്റെ പവർ ഓഫ് അറ്റോർണി സിദ്ദിഖ് തുവ്വൂരിനൊപ്പമാണ് റഹീം എത്തിയത്. നിയമത്തിന്റെ മുമ്പിൽ അബ്ദുറഹീം കുറ്റക്കാരനായിരുന്നെങ്കിലും നിയമത്തിന്റെ ആ ഒരു നിയമം അനുവദിക്കുന്ന ഇളവ് വെച്ചുകൊണ്ട് തന്നെയാണ് ദിയാദനം നൽകിക്കൊണ്ട് അബ്ദുറഹീമിനെ മോചിപ്പിക്കുന്നത്. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 35 കോടി രൂപ ദയാധനമായി നൽകിയാണ് റഹീം മോചിതനായത്. സൗദി അറേബ്യയുടെ കാരുണ്യത്തിന്റെയും ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഒത്തൊരുമയുടെയും വിളംബരമായി മാറുകയായിരുന്നു ബലിപെരുന്നാൾ ദിനത്തിലെ റഹീമിന്റെ വീട്ടിലേക്കുള്ള ഈ വരവ്. ക്യാമറാമാൻമാരായ KP ഷൈജു, A അനുരാഗ്, റിപ്പോർട്ടർ അനഘ എന്നിവർക്കൊപ്പം MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.